സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. നമ്മൾ ഇന്നൊരു പുതിയ എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് വന്നേക്കണേ. മിനി പെയിൻറ്റിങ് എന്നാണ് ഇതിനെ പറയാം. മിനി ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ്. അപ്പോൾ ആ ഡീറ്റെയിലിംഗ് ഒക്കെ ഭയങ്കര സ്മോളാണ്. സോ അതാണ് അതിൻ്റെ ഒരു രസം എന്ന് വെച്ചാൽ സ്മോളായിട്ട് എത്രത്തോളം ഡീറ്റെയിലിംഗ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനൊരു ഇമേജ് കണ്ടെത്തിയായിരുന്നു. ആൻഡ് അപ്പോൾ ഇതാണ് ആ ഇമേജ്. അത് ഞാൻ ഇലസ്ട്രേഷൻ ആക്കി. സോ ജസ്റ്റ് ഇതൊരു ചലഞ്ച് പോലെയാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ആ ഇമേജ് എടുത്തിട്ട് അതിലത്തെ കളറൊക്കെ ആദ്യം സ്വാച്ച് ചെയ്തു. അപ്പോൾ ആദ്യം ഈ ഒരു ഡാർക്ക് സിൽഹത്ത് പോലത്തെ ഒരു ഇമേജ് കാണാനുണ്ടല്ലോ ഇതിൽ, അതാണ് നമ്മൾ ഈ ചെയ്തേക്കണേ. ഇങ്ങനെ കളറ് എടുത്തിട്ട് ഡാർക്ക് നേവി ബ്ലൂ പോലത്തെ ഒരു കളറാണ്. അപ്പോൾ അത് ആദ്യം ട്രേസ് ഔട്ട് ചെയ്ത് എന്നിട്ട് പിന്നെ കളറ് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ബാക്കിലേക്കൊക്കെ പോയുള്ളൂ. സോ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര മൈന്യൂട്ടായ കാരണം നമ്മൾ അതിനനുസരിച്ച് വേണം, നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഈ ഇലസ്ട്രേഷൻ ചെയ്യാൻ. എത്രത്തോളം ഡീറ്റെയിലിംഗ് കിട്ടാൻ പറ്റുമോ അത്രയും ട്രൈ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കാര്യം. സോ ഐ ടുക്ക് ഓക്കെ, നൗ യു ക്യാൻ സീ ദാറ്റ് വിത്തൗട്ട് ദാറ്റ് ഇമേജ് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ സൂം ഔട്ട് ചെയ്തു, കണ്ടോ? സൂം ഔട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യണത്? ഡസ് ഇറ്റ് ഫീൽ ദ സെയിം ഓർ ഇറ്റ്സ് ഡിഫറെൻറ്റ്? അപ്പോൾ ഇനി ബാക്ക്ഗ്രൗണ്ടും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മാറ്റം വരിക. അപ്പം ആദ്യം ഞാൻ കളേഴ്സൊക്കെ എടുത്തു. ഞാൻ ഏകദേശം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അതുപോലെ ശ്രമിച്ചു. ബട്ട് ഐ ആഡഡ് മൈ ഓൺ തിങ്സ് ടു ഇറ്റ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഓറഞ്ച് കളർ കാണാനുണ്ടല്ലോ നിങ്ങൾക്ക്, ആ ഓറഞ്ച് ഞാൻ സ്വാച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ അതിനെ ബ്ലെൻഡ് ചെയ്തു. ഇറ്റ് ഈസ് അതിനെ ആ ഇത്രയും ഭാഗത്ത് ഓറഞ്ച് കളറുകൾ, സ്കൈൻ്റെ ആ ഏരിയ ഫുൾ ഓറഞ്ച് ആയ കാരണം അത് ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ മുകളിലുള്ള ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഒരു സ്കൈൻ്റെ തന്നെ ഒരു ഒരു ബ്രൗൺ കളർ പോലത്തെ ഒരു കളറ്, അതും ഞാൻ സ്വാച്ച് ചെയ്തു. ബിക്കോസ് സ്കൈ ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ട് കളറ് വെച്ചിട്ട് പിന്നെ അത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അതേ ഒരു ഭയങ്കര ഇഫക്റ്റാണ്, എളുപ്പമാണത് ചെയ്യാൻ, എളുപ്പമാണ്. അപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യണത് ഒരു സ്മജ് ചെയ്യണ ഒരു ടൂൾ എടുത്തിട്ടാണ് ഞാൻ സ്മജിങ് ചെയ്യണേ. അപ്പോൾ സ്മജ് ചെയ്തപ്പോൾ കണ്ടോ ആ ഒരു ഷെയ്ഡ് കിട്ടി, പെട്ടെന്നൊരു ഷെയ്ഡ് കിട്ടി. ഇതാണ് ഡിജിറ്റൽ ടൂളിൻ്റെ ഒക്കെ ഒരു ഗുണം. അപ്പോൾ നമ്മൾ മാക്സിമം എത്രയോ വലുതാണ് ഷെയ്ഡ്, വലിയ സൈസാണെങ്കിൽ അതിനനുസരിച്ചാണ് ഷെയ്ഡ് വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ താഴത്തെ ഒരു സ്കൈൻ്റെ തന്നെ താഴെ ഭാഗം ഒരു വേറെ കളറാണ്, ഒരു ലൈക്ക് ബ്ലൂ, നേവി ബ്ലൂ, ഇങ്ങനത്തെ ബ്ലൂ ആണത്. അത് ഞാൻ കുറച്ചും കൂടെ ഡാർക്കറാക്കി. ആദ്യം ഞാൻ ലൈറ്റ് ബ്ലൂ എടുത്തു, പിന്നെ വിചാരിച്ചു ആ ലൈറ്റല്ല, കുറച്ചും കൂടെ ഡാർക്കാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് ആ കളറ് ഞാൻ എടുത്തു. ഞാൻ അതാണ് പിക്ക് ചെയ്യണം, കണ്ടോ, നേവി ബ്ലൂ പിക്ക് ചെയ്തു. എന്നിട്ട് അത് ഞാൻ സ്മജ് ടൂൾ എടുത്തിട്ട് ഇതേപോലെ തന്നെ സ്മജ് ചെയ്തു. സോ ആക്ച്വലി ദീസ് ആർ വെരി മൈന്യൂട്ട് ഡീറ്റെയിൽസ് ദാറ്റ് യു ക്യാൻ സീ. പക്ഷേ സൂം ഔട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഇഫക്റ്റ് അറിയാൻ പറ്റുക. അതാണ് എനിക്ക് തോന്നുന്നു ഈ മിനി പെയിൻറ്റിങ്സിൻ്റെ ഒക്കെ ഒരു കാര്യം. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ സണ്ണ് വേണം. അപ്പോൾ അതും അതേ ബ്ലെൻഡ് ചെയ്തു, സ്മജ് ചെയ്തു. അങ്ങനെ തന്നെ വെച്ചില്ല സണ്ണിനെ. നമ്മൾ സണ്ണിൻ്റെ പുറകെ ഒരു ഓറഞ്ച് ഇട്ടിട്ടാണ്, അതാണ് ആ ഷെയ്ഡാണ്, അതിനെയാണ് പിന്നെ ഷെയ്ഡിങ് ഒക്കെ ചെയ്തത്. അപ്പോഴാണ് അതിൻ്റെ ആ ഇഫക്റ്റ് കിട്ടുക. ആ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു ഫോട്ടോൻ്റെ ഒരു ഇഫക്റ്റ് സിമിലർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഇടയ്ക്ക് ഈ സണ്ണായ കാരണം ഒരു വൈറ്റ് ഇടയ്ക്ക് ഇടുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ ചെയ്യണത്. വൈറ്റ് ഡോട്ട് ഇട്ടിട്ട് അതിനെ സ്മജ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരു ഇത് ടിഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണല്ലോ അതിൽ കാണിക്കണത്. ഭയങ്കര ഡോട്ട് പോലെയല്ലേ, മഞ്ഞ ഡോട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇല്ലസ്ട്രേഷൻ. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ആ ഒറിജിനൽ ഫോട്ടോ കളഞ്ഞപ്പോൾ കുറേ ഭാഗത്ത് ഇല്ലാത്തതുണ്ട്. അപ്പോൾ സോ ഐ വാസ് ഫില്ലിങ് ദോസ് ഓഫ്. അങ്ങനെയാണ് അങ്ങനെ വരും ചില സമയത്ത്. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്യേണ്ടി വരികയാണ്.
അവിടെ നമുക്ക് പെയിൻറ്റിങ് ചെയ്യണതിന് പകരം സ്മജ് ചെയ്യണതിന് പകരം നമ്മൾ ഫില്ല് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കളേഴ്സ് എടുക്കുക മാത്രമല്ല അത് സ്മജ് ചെയ്യാൻ വേണം. പിന്നെ അത് മാത്രമല്ല അത് ഇപ്പം ഈ ഭയങ്കര ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈസ് വെരി മൈന്യൂട്ടായിട്ട് ഒരു ചെറിയ തെറ്റ് ചെയ്താൽ ഒരു ചെറിയ എവിടെയെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും അറിയാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അത് ശരിയാക്കാൻ. അപ്പോൾ ഇത് എന്നിട്ട് ഇങ്ങനെ ഒരു സ്മജ് ചെയ്യാൻ താഴ്ത്തിയത് കണ്ടോ, ഫില്ല് ചെയ്ത പോലെ സ്മജ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യെല്ലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് ആ കുറേയും കൂടെ യെല്ലോ ഈ സണ്ണിൻ്റെ ആ റേസ് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട ഒരു ലൈൻസാണത്. അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇഫക്റ്റ് വരും ശരിക്കും പറയാൻ വെച്ചാൽ. ആ വൈറ്റിൻ്റെ ബാക്കിൽ ഒരു യെല്ലോ ലൈൻസ് ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും അതൊരു സണ്ണിൻ്റെ പ്രഭാവം റേസ് ഇങ്ങനെ അടിക്കണ പോലെ ഫീൽ ചെയ്യും. ആൻഡ് ഞാൻ എൻ്റെ പേര് എഴുതാണ്. അപ്പോൾ പേര് എഴുതാൻ പറ്റണില്ല ബിക്കോസ് ഇറ്റ്സ് നോട്ട് കമ്മിങ് ക്ലിയർ. സോ ഐ തോട്ട് ഓഫ് പുട്ടിങ് മൈ ലോഗോ ഞാൻ ഇട്ടു. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഞാൻ യു ക്യാൻ സീ മീ, ഞാൻ എന്താ പറയുക, സൂം ഔട്ട് ചെയ്തു. കണ്ടോ, സൂം ഔട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ആ ഇമേജ് വന്നത്. ഇത്രയും വലിയ ക്യാൻവാസിൽ ഇത്രയും ചെറിയ ഒരു ഇത് ഷോർട്സായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ദിസ് ഇസ് ദ ഫൈനൽ വൺ. ഇത്രയും സ്പേസിൽ ഇത്രയും ചെറിയൊരു പെയിൻറ്റിങ് എങ്ങനെയാണ് ആവുക എന്നുള്ളതായിരുന്നു ചലഞ്ച്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അൺടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി വീഡിയോ.